സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മുടെ ഫ്രീ ഫയറിൽ OB48 അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ OB48ന് ശേഷം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വന്ന ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് പല മോഡിൽ കളിക്കാനായിട്ട് വന്ന ക്യാരക്ടർ കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അത് യൂസ് ചെയ്യാനും മറ്റൊക്കെ ശ്രമിക്കുക. വേറെ ലെവലായിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന 90% ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ മറ്റൊക്കെ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക. സോ ഈ സമയം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മുടെ ഫ്രീ ഫയറിൽ ഓരോ അപ്ഡേറ്റിന് ശേഷം ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സിൻ്റെ പവറൊക്കെ നല്ല ലെവലിൽ കൂട്ടാറുണ്ട്, ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സിന് പവർ കുറയ്ക്കാറുണ്ട്. അങ്ങനെ പല ഇഷ്യൂസൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ OB48ന് ശേഷം ബെസ്റ്റായിട്ട് നിൽക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ആദ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടറായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്ക്വാഡും മറ്റൊക്കെ കളിക്കുന്ന സമയത്ത് ഒരു ടീമിൽ സപ്പോർട്ടറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറ്റിയ ഒരു എബിലിറ്റി സ്കില്ല് കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ക്യാരക്ടർ കോമ്പിനേഷനിൽ ആദ്യം വരുന്ന ഒരു ക്യാരക്ടർ ഇഗ്നിസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന ആ ക്യാരക്ടറൊക്കെ ആയിരിക്കും. ചിലപ്പോൾ കുറേ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് നോക്കുകയാണ് ഒരു ഫയർ വാൾ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു സ്കിൽ ഇതാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഈ ഒരു എബിലിറ്റിക്ക് വന്നിരിക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എബിലിറ്റി ആണെങ്കിൽ ചെന്ന് ഒരു എനിമിക്ക് ഇടിക്കുകയാണെങ്കിൽ ആ ഒരു എനിമിക്കാണ് 25% HP മറ്റൊക്കെ കുറയുന്നതായിരിക്കും. അതേപോലെ ഗ്ലൂ വാളിലൊക്കെയാണ് ഇടിക്കുന്നതെങ്കിൽ ഏതായാലും 400 ഡാമേജോളം ആ ഒരു ഗ്ലൂ വാളിൽ വരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ ലെവലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ റഷ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്ത് റഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു ക്യാരക്ടർ ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുള്ള എനിമീസിന് നമ്മളെ കാണാൻ സാധിക്കുന്നതായിരിക്കത്തില്ല. ഓക്കെ, അത് വേറെ ലെവലായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ ഉറപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇഗ്നിസിനോട് ചേർന്ന മറ്റൊരു പാസീവ് ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മോക്കോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോക്കോയുടെ എബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു എനിമിക്ക് ഹിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു എനിമിയുടെ മണ്ടയ്ക്കായിട്ട് ഒരു ഡോട്ട് കാര്യങ്ങളൊക്കെ നമുക്കൊരു മാർക്ക് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആ ഒരു എനിമി കുറച്ച് മാറി കവർ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു എനിമി നമുക്ക് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുകയൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഇഗ്നിസിനോട് നമ്മൾ ഈ മോക്കോ യൂസ് ചെയ്യുമ്പോൾ അത് വേറെ ലെവലായിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെ ആയതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇഗ്നിസ് വിടുന്ന സമയത്ത് ആ ഒരു സാധനം എവിടെയെങ്കിലും ഒരു എനിമിയുടെ അടുത്ത് ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എനിമി സ്പോട്ട് ചെയ്ത് പെട്ടെന്ന് റഷ് ചെയ്ത് ആ ഇഗ്നിസിൻ്റെ ഒപ്പം തന്നെ റഷ് ചെയ്ത് എനിമി ഫിനിഷ് ചെയ്യാനും മറ്റൊക്കെ സാധിക്കുന്നതായിരിക്കും. ഇത് വേറെ ലെവലായിട്ടുള്ള ഒരു എബിലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു മോക്കോ നിങ്ങൾ ഇഗ്നിസിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ തന്നെ ഒരു സപ്പോർട്ടിങ് കോമ്പിനേഷന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ അത് അടുത്തായിട്ട് വരുന്ന ക്യാരക്ടർ ഏതാണെന്ന് നോക്കുകയാണ് നമ്മൾ തീവ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ തീവയെക്കുറിച്ച് പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള നമ്മുടെ ടീമേറ്റ്സിനെ റിവൈവും മറ്റൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ റിവൈവും മറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ഈ ഒരു ലിസ്റ്റിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ബേസ് ക്യാരക്ടറാണ്, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് മാക്സിം ആണ്. ഓക്കെ, അപ്പോൾ മാക്സിം എന്ന് പറഞ്ഞ ക്യാരക്ടർ യൂസ് ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ മെഡ് കിറ്റും മറ്റൊക്കെ അടിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഒരു ഹിറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇഗ്നീസിൻ്റെ ഒരു സാധനമൊക്കെ ഇട്ട് കവർ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിൽ നിന്ന് മെഡ് കിറ്റൊക്കെ യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു 4 ക്യാരക്ടറാണ് നമ്മുടെ സപ്പോർട്ടിംഗ് ലിസ്റ്റിൽ വരുന്നത്. സോ അടുത്തൊരു ക്യാരക്ടർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ SMG ഗൺസൊക്കെ വെച്ചിട്ട് നമ്മൾ റഷ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് റഷ് കളിക്കുന്ന പ്ലേസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ കോമ്പിനേഷനാണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ആക്റ്റീവ് സ്കിൽ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഡ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിത്തിൻ 50 മീറ്റർ റേഞ്ചിൽ നിൽക്കുന്ന ഏതൊരു എനിമിയെ നമുക്ക് എവിടെ നിൽക്കുകയാണെങ്കിലും സ്പോട്ട് ചെയ്യാനും മറ്റൊക്കെ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതിപ്പോൾ ഒരു വോൾഡ് അപ്പുറത്ത് നിൽക്കുകയാണ്, ഒരു മതിൽ എവിടെ നിൽക്കുകയാണെങ്കിലും നമുക്ക് സ്പോട്ട് ചെയ്യാനും മറ്റൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വേറെ ലെവലാണ് ഈ ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യുകയാണ് നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് 50% ആയിട്ട് നമ്മൾ കൂടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അത് നല്ലൊരു എബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ. റഷിങ്ങിൻ്റെ സമയത്ത് മൂവ്മെൻറ്റ് സ്പീഡ് കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ആക്റ്റീവ് സ്കില്ലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അടുത്തായിട്ട് വരുന്ന ഒരു പാസീവ് സ്കിൽ ഏതാണെന്ന് നോക്കുകയാണ് നമ്മുടെ കീറോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ എബിലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു എബിലിറ്റിയിൽ നമുക്കാണ് ഒരു ബ്രേക്ക് ഔട്ട് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എനിമിക്കാണെങ്കിൽ നല്ല രീതിക്ക് നല്ല രീതിക്ക് വെസ്റ്റും ഹെൽമെറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന എനിമി ആണെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് നല്ല രീതിക്ക് ഡാമേജ് മറ്റൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അവരുടെ വെസ്റ്റും ഹെൽമെറ്റൊക്കെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അവർക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ SMG ഗൺസിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വെസ്റ്റുള്ള എനിമീസിനൊക്കെ ഫയർ ചെയ്യുമ്പോൾ ഡാമേജ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കീറോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ആക്കിയതിന് ശേഷം നല്ല ഡാമേജ് ആ ഒരു എനിമീസിന് കൊടുക്കാനൊക്കെ സാധിക്കും. സോ നമ്മൾ റഷിങ്ങിന് വേണ്ടിയിട്ടാണ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ നികിത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു എനിമിക്ക് ഹിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു എനിമി പെട്ടെന്ന് ഗ്ലൂവാളിലും മെഡ്കിറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ അവരുടെ ഹീലിംഗ് ഭയങ്കര രീതിക്ക് സ്ലോ കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ റീലോഡ് സ്പീഡ് കാര്യങ്ങളൊക്കെ നികിത യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടുന്നതുമായിരിക്കും. ഓക്കെ, നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്, ആ ഒരു എനിമിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റഷ് ചെയ്ത് ആ ഒരു എനിമി ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും നികിത യൂസ്
ചെയ്യുമ്പോൾ. സോ ഈ ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ നാലാമത് യൂസ് ചെയ്യേണ്ട ഒരു പാസീവ് സ്കിൽ ഏതാണെന്ന് നമ്മൾ നോക്കുകയാണ്. ഹയാട്ടോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, പണ്ട് കുറേ അധികം ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഹയാട്ടോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താ നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് പെനട്രേഷൻ ആണ്. ഓക്കെ, വെസ്റ്റ് പെനട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു എനിക്ക് നല്ല രീതിയിൽ ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ SMG ഗൺസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതുപോലെ വെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഡാമേജും മറ്റൊക്കെ വളരെ കുറവായിട്ട് വരുന്നത്. അപ്പോൾ ഹയാട്ടോ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ നമുക്ക് അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 4 ക്യാരക്ടേഴ്സ് നിങ്ങൾ ഇതുപോലെ നമ്മൾ SMG വെച്ച് റഷിങ് മറ്റൊക്കെ ചെയ്യുന്ന പ്ലേസ് ആണെങ്കിൽ ഉറപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ സംബന്ധിച്ച് അടുത്ത ക്യാരക്ടർ കോമ്പിനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മൾ 50K സബ്സ്ക്രൈബേഴ്സിനോട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ നമുക്ക് അടുത്ത ക്യാരക്ടർ കോമ്പിനേഷൻ നോക്കാം. സോ നമ്മുടെ അടുത്ത ക്യാരക്ടർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബെർമുഡ റാങ്ക്ഡ് ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ബെർമുഡ റാങ്ക്ഡ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെഹിക്കിൾസ് വെച്ച് വരുന്ന ആൾക്കാരൊക്കെ. ലാസ്റ്റ് സോണൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ കുറേ വണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഭയങ്കര ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ കോമ്പിനേഷനാണ് അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആക്റ്റീവ് സ്കിൽ നമ്മൾ നോക്കുകയാണ് തത്സുയ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ്. ഓക്കെ, കാരണം ഫാസ്റ്റായിട്ട് നമുക്ക് മൂവ്മെൻറ്റും മറ്റേ റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് തന്നെ ഒരു എനിമി നമ്മളെ വണ്ടി കൊണ്ട് ഇടിക്കാൻ വരുവാണെങ്കിൽ പെട്ടെന്ന് റഷ് ചെയ്ത് ആ എനിമിയുടെ മുമ്പിൽ നിന്ന് പോകാനായിട്ട് മറ്റേ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ തന്നെ തത്സുയ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട ഒരു പാസീവ് സ്കിൽ നമ്മൾ നോക്കുകയാണ് ലൈല എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ സ്കില്ലാണ്. അപ്പോൾ ഈ ഒരു സ്കിൽ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു എയർ ഗൺ വെച്ചിട്ട് ലോങ്ങിലോടുന്ന ഒരു എനിമിയാണ് ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു എനിമിയുടെ മൊമെൻറ്റ് സ്പീഡ് 10% ആയിട്ട് കുറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതേസമയം നമ്മളൊരു എനിമി ഇപ്പോൾ കാറിലാണ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കാറിൻ്റെ സ്പീഡ് 80% ആയിട്ട് കുറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊരു യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റിലുള്ള എനിമിയുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു എനിമി നോക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഗ്ലൂ ആളും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേറെ ലെവലാണ് ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ നിങ്ങളുടെ സ്കില്ലിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്യാരക്ടർ ഏതാണെന്ന് നോക്കുകയാണ് നമ്മുടെ റാഫേൽ ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതൊരു OG ക്യാരക്ടറാണ്, ഒരു പഴയ ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ക്യാരക്ടറായിരിക്കും നമ്മുടെ റാഫേൽ. അപ്പോൾ ഇതിൻ്റെ ഒരു എബിലിറ്റി എന്താണെന്ന് നോക്കുകയാണ് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സ്ട്രാ സൈലൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വിത്ത് നമ്മളൊരു എക്സ്ട്രാ സൈലൻസർ യൂസ് ചെയ്യാതെ തന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ യൂസോടെ നമുക്ക് സൈലൻസർ മറ്റൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഗണ്ണിൻ്റെ സൗണ്ടൊന്നും ഇല്ലാതെ നമുക്ക് ഫയർ ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മളൊരു എനിമി നോക്ക് കാര്യങ്ങളൊക്കെ ആവണം, ആ ഒരു എനിമി പെട്ടെന്ന് തന്നെ ഫിനിഷ് ആവുന്നതായിരിക്കും. അപ്പോൾ വേറെ ലെവലായിട്ടുള്ള സ്കില്ലാണ് ഈ ഒരു റാഫേലിൻ്റെ സ്കില്ല്. അപ്പോൾ നമ്മളാണ് മറ്റേ ലൈല എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ യൂസ് ചെയ്തിട്ട് ഒരു എനിമിയെ ഇപ്പം അവരുടെ മൊമെൻറ്റ് സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ ആ ഒരു പെട്ടെന്ന് ഫ്രീസ് ആവുന്നതായിരിക്കും. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ആ ഒരു എനിമിയെ നമുക്ക് ഫയർ ചെയ്ത് നോക്കാക്കാനായിട്ട് സാധിക്കും. ആ ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു എനിമിയെ ഫിനിഷ് ആക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 2 ക്യാരക്ടറിൻ്റെ സ്കില്ല് വരുമ്പോൾ തന്നെ വേറെ ലെവലാവുന്നുണ്ട് ഈ ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ. അപ്പോൾ ഈ 2 ക്യാരക്ടർ നിങ്ങൾ ഉറപ്പായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ BR മറ്റൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് നമുക്ക് ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നല്ല രീതിയിൽ കിട്ടുന്നത്. നോക്കി നമ്മൾ പ്രതീക്ഷിക്കാൻ നിൽക്കുമ്പോൾ എനിമീസ് നമ്മളെ ഹെഡ് ഷോട്ട് അടിച്ച് പോകുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മുടെ അടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ വൂൾഫ്ര എന്നാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന ഹെഡ് ഷോട്ടിൻ്റെ അളവ് കുറയുകയും ചെയ്യും, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഹെഡ് ഷോട്ടിൻ്റെ അളവ് കൂടുകയും ചെയ്യും. ഓക്കെ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ ഒരു ലെവലാണ് ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു 4 ക്യാരക്ടർ സ്കിൽസ്. നമ്മുടെ ഇതുപോലെ ഒരു ബെർമുഡ റാങ്ക്ഡ് കളിക്കുന്ന പ്ലേസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കിൽസ്. അപ്പോൾ ഈ ഒരു 4 സ്കില്ലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 3 ക്യാരക്ടർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. സോ ഈ സമയം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.